ിലേക്ക് വരാം. എന്തായാലും പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതായത് കൗൺസിലർമാരെയൊക്കെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളത്. കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി ഇപ്പോൾ BJPയുടെ റാലി, കൗൺസിലർമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള റാലിയാണ് പുരോഗമിക്കുന്നത്. മുഴുവൻ പേരുമുണ്ട്, മുഴുവൻ കൗൺസിലർമാരും ഉണ്ട്, കൗൺസിലർമാരുണ്ട്. ഞങ്ങള് ഇത്തവണ പാലക്കാട് പിടിക്കാൻ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടി മുന്നോട്ടാണ്. അതാണ് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞത്. കൗൺസിലർമാരെല്ലാം ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ അടക്കമുള്ള കൗൺസിലർമാരുണ്ട്. എങ്ങനെയുണ്ട്? വിജയം ഉറപ്പാണോ? തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുടെ പേരാണ് ഈ അഭ്യൂഹങ്ങളിലും. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇനി അതിൽ വലിയ പ്രസക്തിയില്ല. ഏതായാലും വിജയം ഉറപ്പാണ്. തീർച്ചയായും കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിടും എന്ന ആക്ഷേപം, ആരോപണങ്ങൾക്കൊക്കെ മറുപടി നൽകി കഴിഞ്ഞതാണ് എന്നുള്ളതാണ് ആരോപണ വിധേയരായിട്ടുള്ള കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. ഇപ്പോഴിതാ BJP സ്ഥാനാർത്ഥി കൗൺസിലർമാരെ അടക്കം അണിനിരത്തിക്കൊണ്ട് അവരെ മുൻനിരയിലേക്ക് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മറുപടി എന്ന നിലയിൽ കൂടിയുള്ള പ്രകടനം ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ഈ പ്രകടനം പൂർത്തിയാകാൻ. VV അരുണാണ് അവിടെ നിന്ന് ചേരുന്നത്. അല്പസമയം മുമ്പ് കൗൺസിലർമാർ പ്രതികരിച്ചതുപോലെ ഇനി BJP വിട്ടാരും പോകാനില്ല എന്നുള്ള നിലപാട് പ്രത്യേകിച്ച് കൃഷ്ണകുമാറും അല്പസമയം മുമ്പ് ന്യൂസ് 18നോട് പ്രതികരിച്ചപ്പോൾ അങ്ങനെ പണം ലഭിച്ചാലൊക്കെ പോകുന്നവർ പോയി കഴിഞ്ഞു എന്നുള്ളതായിരുന്നു സന്ദീപ് വാര്യരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രതികരണം. പാലക്കാട് ശക്തി പ്രകടനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടത് വലത് മുന്നണികൾക്കൊപ്പം BJPയും ആ ശക്തി പ്രകടനത്തിന്റെ ഭാഗമാകുന്നു. പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ, സന്ദീപ് വാര്യരെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പാർട്ടി വിട്ട സാഹചര്യം, അങ്ങനെ രാഷ്ട്രീയ കേരളം അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത മറുകണ്ഠം ചാടലുകൾക്ക് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വേദിയാകുന്നത്. VV അരുണിലേക്ക് തന്നെ പോകുന്നു. അരുൺ, BJPയുടെ പ്രകടനമാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് കൗൺസിലർമാർ അടക്കം BJP വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ, അതിന് കഴിഞ്ഞ ദിവസം തന്നെ ഈ കൗൺസിലർമാർ മറുപടി നൽകിയതാണ്. എങ്കിൽ പോലും അതേ കൗൺസിലർമാരെ മുൻനിരയിലാണ് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മറുപടി കൂടിയായി മാറ്റുന്നുണ്ടോ BJPയുടെ ഇത്തരം പ്രകടനങ്ങൾ? പാലക്കാട് കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 4 മണിയോടുകൂടി കൊട്ടിക്കലാശം ആരംഭിക്കും. 6 മണി വരെയാണ് കൊട്ടിക്കലാശത്തിനുള്ള സമയം. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട പ്രചാരണത്തിന് ആണ് സമാപനമാകുന്നത്. പ്രത്യേകിച്ച് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച സാഹചര്യത്തിൽ ഒരാഴ്ച കൂടി, 7 ദിവസം കൂടി പാലക്കാട്ട് പ്രചാരണത്തിന് മുന്നണികൾക്ക് സമയം ലഭിച്ചു എന്നുള്ളതാണ്. 13-ാം തീയതി നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് പിന്നീട് 20-ാം തീയതിയിലേക്ക് മാറ്റിയ സാഹചര്യം ആണ് ഉള്ളത്. വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടി അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പാലക്കാട്ടേക്ക് എത്തി എന്നുള്ളതാണ്. 3 മുന്നണികളുടെയും പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ പാലക്കാട് തമ്പടിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ ആയിരുന്നു നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തിനു വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ VD സതീശൻ അടക്കമുള്ളവർ ആയിരുന്നു ദിവസങ്ങളായി പാലക്കാട്ട് ക്യാമ്പ് ചെയ്തത്. BJPയും ദേശീയ നേതാക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിയത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, കലാശക്കൊട്ടിലേക്ക് കടക്കുന്നു. വിവിധ മുന്നണികൾ അവരുടെ ശക്തി പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, BJPയുടെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുടെ പ്രകടനമാണ് ഇപ്പോൾ നടക്കുന്നത്. 28 കൗൺസിലർമാരാണ് പാലക്കാട് നഗരസഭയിൽ BJPക്കുള്ളത്. ഇതിൽ 6 പേർ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണം നേരത്തെ വന്നിരുന്നു. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ സന്ദീപ് വാര്യർക്കൊപ്പം 6 കൗൺസിലർമാർ കൂടി BJP വിടുമെന്നും അതോടുകൂടി നഗരസഭാ ഭരണം തകരുമെന്ന പ്രചരണമാണ് വന്നത്. അതിനുള്ള മറുപടിയായുമാണ് ഇപ്പോൾ ഈ BJP കൗൺസിലർമാരുടെ പ്രകടനം. BJPയുടെ നഗരസഭാ ചെയർപേഴ്സൺ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി
കൃഷ്ണകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഈ പ്രകടനത്തിലുണ്ട്. വലിയ പ്രചരണം നേരത്തെയുള്ള കോൺഗ്രസിന്റെ ഒക്കെ പ്രചരണത്തിന് മറുപടിയുമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകടനം നടക്കുന്നത്. സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ ചോദിച്ചത് എങ്ങനെയുണ്ട്? വലിയ ആവേശത്തിലാണോ? ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തൊട്ടൊരു വലിയ ആവേശത്തിലാണ്. കാരണം ഇത്തവണ ഞങ്ങളൊരു ചരിത്ര ദൌത്യം ഏറ്റെടുത്തിരിക്കുക, പാലക്കാട് പിടിച്ചെടുക്കുക എന്നുള്ളത്. അത് പാലക്കാടിന്റെ വോട്ടർമാർ വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് വീടുകളിൽ എത്തുന്ന സമയത്ത് നൽകുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, സ്ത്രീകളും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാം ഇത്തവണ ഒരു മാറ്റത്തിന് പാലക്കാട് അവർ തയ്യാറെടുത്തിരിക്കുക. സന്ദീപ് വാര്യർക്കൊപ്പം BJPയുടെ കൌൺസിലർമാരും കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണമുണ്ടായിരുന്നു. കണ്ടല്ലോ, BJPയുടെ നഗരസഭാ ചെയർപേഴ്സൺ കൂടി നമുക്കിപ്പോൾ ചേരുന്നു. അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നു? അതൊന്നും പോവില്ല. ആ കൌൺസിലർമാരെല്ലാരും നല്ലൊരു ആദർശത്തിലൂടെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ ആദർശത്തിനെ വിട്ടു നിൽക്കുന്നതിനുള്ള നല്ല ധൈര്യമുണ്ട്. സന്ദീപ് വാര്യർക്കൊപ്പം BJPയുടെ ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു. സന്ദീപ് വാര്യർ ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും വോട്ട് നഷ്ടം ഉണ്ടാകുമോ BJP? ഒരു കുട്ടി പോലും സന്ദീപ് വാര്യരുടെ അടുത്ത് പോകില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിലെ ഭാരവാഹികളടക്കം അദ്ദേഹം പാലക്കാട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, സന്ദീപെ നിങ്ങൾ പാലക്കാട്ടേക്കാണെങ്കിൽ ഞങ്ങൾ പാലക്കാട്ടേക്കാണ് എന്ന് പറഞ്ഞ് മുഴുവൻ ഭാരവാഹികളും പാലക്കാട് വന്ന് സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അവർ മുഴുവൻ ഏർപ്പെട്ടത്. ഒരു കുട്ടി പോലും പോകില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് സന്ദീപ് വാര്യർക്കൊപ്പം കൌൺസിലർമാരെന്നല്ല ഒരു കുട്ടി പോലും കോൺഗ്രസിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP ഇത്തരമൊരു പ്രകടനം നടത്തുന്നത്. നമുക്കറിയാം, കുട്ടിക്കലാശത്തിന് അതായത് പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അവിടെ എല്ലാ തരത്തിലുള്ള ഒരു പ്രചരണ രീതികളും ഈ ഘട്ടത്തിൽ മുന്നണികൾ സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കൌൺസിലർമാരുടെ ഈ ഒരു പ്രകടനം പോലും വലിയ രീതിയിലുള്ള പങ്കാളിത്തം മുഴുവൻ കൌൺസിലർമാരുടെയും. മണ്ണിന്റെ മകനാണ്, പുറത്തുനിന്നുള്ള ആളല്ല, മണ്ണിന്റെ മകനാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. കൌൺസിലർമാരുടെയൊക്കെ വലിയ പിന്തുണ സ്ഥാനാർത്ഥിക്കില്ലേ? ആരും മറിച്ച് ചിന്തിക്കില്ലല്ലോ. നിങ്ങളിപ്പോ കഴിഞ്ഞ സന്ദീപ് വാര്യർ പോയപ്പോ എല്ലാരും പറഞ്ഞത് എന്താ, 28 കൌൺസിലർമാരിൽ അട്ടിമറി നടക്കാൻ പോണ പാലക്കാട് നഗരസഭ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ കണ്ട നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ പോലെയുള്ള 28 കൌൺസിലർമാരും ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പിന്നാലെ അണിനിരുന്നുകൊണ്ടാണ് ഈ പാലക്കാട് നഗരസഭ നഗരത്തിലൂടെ നടക്കുന്നത്. ഇതിലിപ്പോ എന്താണ് ഈ പറയുന്ന പത്രപ്രവർത്തകർക്കും അതേപോലെ തന്നെ സന്ദീപ് വാര്യരെ വെല്ലുവിളിക്കുകയാണ്. എവിടെയാണ് നിങ്ങള് 28 കൌൺസിലർമാർ ആരൊക്കെ വരണോ പോണു എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എവിടെ പോയി? 28 പേരും ഈ പാലക്കാട് നഗരത്തിലൂടെ നടന്നു വരികയാണ്. ഇതിൽ ആരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവരുടെയും അംഗത്വം ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. അതാണ് ഈ കാണുന്നത്. ഈ സന്ദീപ് വാര്യർ പോയത് യഥാർത്ഥത്തിൽ BJPയെ പാലക്കാട് ക്ഷീണിപ്പിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണോ ചെയ്തത്? നിങ്ങളിപ്പോ കഴിഞ്ഞ അദ്ദേഹം പോയിട്ട് ഇപ്പൊ 48 മണിക്കൂറായല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടോ അദ്ദേഹത്തിന്റെ കൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും ഒരു സാധാരണ പ്രവർത്തകൻ ആരെങ്കിലും ഒരാളൊക്കെ കണ്ടോ? നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ നിങ്ങളിവിടെ? നമ്മളിപ്പോ ഒരാള് വീട്ടിലൊരു കുടുംബമാകുമ്പോളേ, ഒരു പെൺകുട്ടി ചെറുത് വളർത്തി വലുതാക്കി 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു ആൾക്കാരുടെ കൂടെയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ സന്ദീപ് വാര്യർ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളെ പോലുള്ള സാധാ പ്രവർത്തകർക്ക് പറയാനുള്ളത്. ഇതുതന്നെയാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം. ഈ അവസാന മണിക്കൂറുകളിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥിയും BJPയുടെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം. സന്ദീപ് വാര്യർ BJP വിട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. BJPക്ക് അത് അവരെ കൂടുതൽ ശക്തിപ്പെടുത്തും. സന്ദീപിനൊപ്പം ഒരു കുട്ടി പോലും പോകില്ല എന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രവർത്തനത്തിൽ വലിയ ആത്മവിശ്വാസവുമായാണ് BJP ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സന്ദീപ് വാര്യർ വിട്ടുപോയതൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ കൌൺസിലർമാർ ഇപ്പോൾ കൌൺസിലർമാർ പാർട്ടി വിടുമെന്ന പ്രചരണത്തിന് മറുപടിയുമായാണ് ഇപ്പോൾ ഈ പാലക്കാട് പ്രകടനം നടത്തുന്നത്. അഭിലാഷ്, രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വിമർശനങ്ങൾക്ക് മറുപടിയുമായി BJPയുടെ ശക്തി പ്രകടനം, കൌൺസിലർമാരെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തി പ്രകടനം. സന്ദീപ് വാര്യർ പാർട്ടി വിടുമ്പോൾ വാര്യരെ പിന്തുണയ്ക്കുന്ന കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ മറുകണ്ഠം ചാടുമെന്നും അങ്ങനെ ഭരണം തന്നെ നഷ്ടപ്പെടുമെന്നും നഗരസഭാ ഭരണം തന്നെ നഷ്ടപ്പെടുമെന്നുമുള്ള ആരോപണങ്ങൾക്ക് BJP കൊട്ടിക്കലാശ ദിനത്തിൽ മറുപടി നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്.